മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. SSLC, +2, VHSC എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഓണത്തിനുള്ള അരിവീതം നിഷേധിച്ചു. കേന്ദ്ര സർക്കാരിനെതിരെ CPIയുടെ നേതൃത്വത്തിൽ വള്ളത്തോൾ നഗറിൽ പ്രതിഷേധം. ഓണത്തിനുള്ള അരിവിഹിതം നിഷേധിച്ച കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ CPI വള്ളത്തോൾ നഗർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് ചെറുതുരുത്തി പുതുശ്ശേരിയിലുള്ള 250 നമ്പർ റേഷൻ കടയ്ക്ക് മുന്നിലായിരുന്നു ജനകീയ പ്രതിഷേധം. CPI ചേലക്കര നിയോജക മണ്ഡലം സെക്രട്ടറി P. ശ്രീകുമാർ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു. അതിൽ 2 വിഭാഗം കാർഡുകൾ മുൻഗണനാ പട്ടികയിൽപ്പെട്ടതും റേഷൻ അർഹതയുള്ളതും മറ്റു 3 വിഭാഗം കാർഡുകൾ റേഷൻ ദൈനംദിനം വായിക്കാൻ അർഹതയില്ലാത്തവരുമാണ്. അപ്പൊ സ്വാഭാവികമായും കേന്ദ്ര ഗവൺമെന്റ് തന്നിരുന്നത് ഈ 2 വിഭാഗത്തിലുള്ള കാർഡുകൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള അരി മാത്രമാണ് തന്നിരുന്നത്. പഞ്ചസാര ആവശ്യത്തിന് കിട്ടാറില്ല, ഗോതമ്പ് ആവശ്യത്തിന് കിട്ടാറില്ല, മറ്റെല്ലാ സാധനങ്ങളും വിതരണം ചെയ്യുന്നതിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് പിന്മാറി. ഈ ഓണക്കാലം വന്നപ്പോ സാധാരണ കൊടുക്കുന്ന ദരിദ്രർക്ക് താഴെയുള്ള ജനവിഭാഗങ്ങൾക്ക് കൊടുക്കുന്നതിനുള്ള റേഷന് പുറമെ മുൻഗണനാ പട്ടികയിൽപ്പെടുന്ന മുന്നോക്കത്തിൽപ്പെട്ട ആളുകൾക്ക് 8 രൂപ 30 പൈസ വെച്ച് അരി എല്ലാ വർഷവും കൊടുത്തിരുന്നു. എല്ലാ വർഷവും 5 കിലോ വെച്ച് 10 കിലോ വെച്ച് 15 കിലോ വെച്ച് കൊടുത്തിരുന്നു. അതിന് വാങ്ങിക്കുന്ന വില 8 രൂപ 30 പൈസയാണ്. അങ്ങനെ കേരളത്തിൽ ആ വിഭാഗം ജനങ്ങൾക്ക് അരി കൊടുക്കണമെങ്കിൽ 55 ദശലക്ഷം ടൺ അരി കിട്ടിയാൽ മാത്രമാണ് കേരളത്തിൽ അങ്ങനെ വിതരണം ചെയ്യാൻ കഴിയൂ. ആ ആവശ്യമാണ് കേന്ദ്രം മുമ്പാകെ കേരളത്തിലെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയും കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കപ്പെട്ടത്. അങ്ങനെ ഉന്നയിക്കപ്പെട്ടപ്പോൾ ഈ ആവശ്യം നിഷേധിക്കപ്പെടുന്ന സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. ഓണക്കാലത്ത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന അവകാശങ്ങൾ നിഷേധിക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാട് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. വള്ളത്തോൾ നഗർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MU മൊയ്തീൻകുട്ടി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ഹരീന്ദ്രനാഥൻ AK, മറ്റ് നേതാക്കളായ മദനൻ മണ്ണഴി, സിദ്ദിഖ് വള്ളത്തോൾ, TK മുഹമ്മദ്, തമിഴിൽ ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തണമെന്ന് നേതാക്കൾ ആഹ്വാനം ചെയ്തു. നിരവധി പ്രവർത്തകർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ഇന്ന് കേരളത്തിൽ ഇന്ത്യയിൽ ജനാധിപത്യം നടക്കുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളം മാത്രമേ. അത് യാതൊരു സംശയമില്ല. കാരണം പല നാടുകളിൽ കൂടി ഞാൻ പോയിട്ടുള്ളതാണ്. എനിക്ക് എല്ലാ നാടിനെ പറ്റും ഒരുവിധം നാടുകൾ നമ്മുടെ സംസ്ഥാനങ്ങളൊക്കെ പറ്റി അറിയാം. ഒരു സ്ഥലത്ത് പോലും നമുക്ക് മൂക്ക് പൊത്താൻ നടക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഏരിയയാണ്. അപ്പോൾ കേന്ദ്രത്തിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ കേരളത്തിൽ ഒന്നും ഇല്ലായ്മ ചെയ്യാം. ഈ ഇലക്ഷന്റെ ട്രെൻഡ് കണ്ടുകൊണ്ട്, ഈ പഞ്ചായത്ത് ഇലക്ഷന്റെ ട്രെൻഡ് കണ്ടുകൊണ്ട് അരി വിഹിതം, ഗോതമ്പ് വിഹിതം, ഇന്ന് ഈ വക ഐറ്റംസ് എല്ലാം വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തെ എങ്ങനെയൊക്കെ ഞെരുക്കാൻ പറ്റുമോ അതാണ് ഇപ്പോൾ തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള പ്രതികരണമാണ് ആദ്യമായിട്ടുള്ള ഒരു പ്രതിഷേധമായി. ന്യൂസ് ഡെസ്ക് CCV.